ഫുൾ ഓൺ കൊടുക്കാൻ പറ്റിയ അടുത്ത വണ്ടി കേട്ടോ. ഈ 2015 മോഡൽ എറാ പ്ലസ് ആണ് വണ്ടി വരുന്നത്. 72,000 കിലോമീറ്റർ ആണ് വണ്ടി. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് വരുന്നത്. വേരിയന്റ് ഇറ പ്ലസ് പറഞ്ഞിട്ടുണ്ട്. 800 സിസിയിലും ഇറ ഉണ്ട്, 1000 സിസിയിലും ഉണ്ട്. ഒരു ചെറിയ ബഡ്ജറ്റ് 2 ലാഖിന്റെ ചോടല്ല നമുക്ക് ഫുൾ ഓൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഒരു 1.85 ഉണ്ടെങ്കിൽ വണ്ടി ഇവിടെ ഇറക്കി വിടും. 1.85 ആണ് വണ്ടിക്ക് റേറ്റ്. അല്ല 800 സിസി 800 സിസി. അപ്പൊ 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടുന്ന ഇയോൺ ആണ്. വേറെ എടുക്കുന്നൊക്കെ നിലവിൽ വർക്കൊന്നും ഇല്ലല്ലോ. വേറെ വർക്ക് കാര്യങ്ങളൊന്നുമില്ല. നോർമലി ഏത് വണ്ടി എടുത്താലും ഒരു സർവീസ് ഓയിൽ ഫിൽറ്റർ കാര്യങ്ങൾ അങ്ങനത്തെ ചെയ്യാം. പിന്നെ നമ്മളൊരു വാഷിംഗ് പോളിസിംഗ് ഒക്കെ എന്തായാലും ഇവിടെ വണ്ടി ഡെലിവറി എടുക്കുമ്പോൾ ചെയ്ത് കൊടുക്കും. ഓക്കെ. 2015 മോഡൽ ഇയോൺ 1.85 ഫുൾ ഓൺ കിട്ടുന്നുണ്ടാവും. റേറ്റ് നിങ്ങളും കുറയ്ക്കൂലേ? റേറ്റ് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, അങ്ങോട്ട് വന്നോളുക, ഇരിക്കുക, സംസാരിക്കുക. ഓണത്തിന്റെ ഓഫർ അല്ല എല്ലാവരും കൊടുക്കാൻ പോകും. എല്ലാ വീട്ടിലും ഒരു കാർ അല്ലേ? എല്ലാ വീട്ടിലും ഓണക്കോടിയുടെ കൂടെ ഒരു കാറിലെ യാത്ര കൊണ്ട് പോയിക്കോട്ടെ. ഓ, നമസ്കാരം. ഞാൻ അഭി, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് രാമനാട്ട് ജംഗ്ഷനിലുള്ള നമ്മൾ സ്ഥിരം വീഡിയോ ചെയ്യുന്ന എ മോട്ടോഴ്സിന്റെ യാർഡിലാണ്. ഇവിടെയുള്ള മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്റ്റംബർ 10, 11, 12 തീയതികളിലായിട്ട് എ മോട്ടോഴ്സ് ഒരുക്കുന്ന മെഗാ ഓണച്ചന്തയുണ്ട്. മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഇവിടുന്ന് ഓഫറുള്ള വീഡിയോ ചെയ്യുന്ന സമയത്ത് ലോ ബഡ്ജറ്റ് വണ്ടികൾ കൂടുതൽ കൊള്ളിക്കാൻ എല്ലാവരും ആൾക്കാർ പറയാറുണ്ടായിരുന്നു. പക്ഷേ വണ്ടികൾ ഉണ്ടാവാറില്ല. ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലോ ബഡ്ജറ്റ് വണ്ടികൾ, അതേപോലെ തന്നെ വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന മാക്സിമം ലോൺ വരെ കിട്ടുന്ന, മാക്സിമം നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് മൂല്യം തരുന്ന വണ്ടികളാണ് ഇന്നത്തെ വീഡിയോയുടെ മെയിൻ ഈ ഒരു ഓണച്ചാകരൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്കിവിടെയുള്ള ഓരോ വണ്ടികളും പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. സ്ലൈറ്റ്ലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓൾട്ടോ ഫ്രണ്ട് ഗ്രില്ല് മെഷ് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. KL65 പരപ്പനങ്ങാടി. പ്രത്യേകം പറഞ്ഞാൽ 40,000 കിലോമീറ്റർ വണ്ടി ഓടിക്കുള്ളൂ. 2011 മോഡൽ. 2011 വണ്ടി 40,000 കിലോമീറ്റർ. സീറ്റ് കവർ കാര്യങ്ങൾ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ കസ്റ്റമർ അഡീഷണൽ ചെയ്തിട്ടുണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. ഈ 40,000 കിലോമീറ്ററിന് ഒരു ബോഡി ക്വാളിറ്റി ഇതിന്റെ മുകളിലുണ്ട്. വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ട് കൊണ്ടുവരുന്ന കസ്റ്റമർ തന്നെയാണ്. സിംഗിൾ ഓണർ ആണോ? ഓണർഷിപ്പ് നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് ഓണറാണ് എന്റെ അറിവിലുള്ളത്. ഒന്ന് കൺഫേം ചെയ്യാം. പക്ഷേ ഇതിൽ 4 ഡോർ പവർ വിൻഡോസ് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം, അല്ല അഡീഷണൽ ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പണിയെടുത്തിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ. പിന്നെ ഈ ഫ്രണ്ട് നമ്മൾ പറഞ്ഞാൽ ചെറിയൊരു മാറ്റവും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ തള്ളിയിട്ട് പൊന്നുമലയാണോ? 1.45 വലിയ 1.40. സാധാരണ 2011 1.15 റേഞ്ചിൽ കാണാറുണ്ട്. പക്ഷേ 10,000 കിലോമീറ്റർ വൈസ് കുറവുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. 1.45 ചെറിയ രീതിയിൽ നമുക്ക് മാറ്റം വരുത്തി കൊടുക്കാൻ വേണ്ടി പറ്റും. എടുക്കുന്ന ആൾക്ക് മെച്ചുണ്ടോ? 26 വരെ പേപ്പർ ഉണ്ടല്ലോ. അടുത്ത വണ്ടി പവറുകളിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു വണ്ടി. 2011 മോഡൽ. പവർ സി സി ആട്ടോ. പവർ എന്ന് പറഞ്ഞാൽ മിനിക്കല്ല, എന്ത് സി സി ആണ്. ഓക്കെ. ഒരു 1.1 നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി. 1.1 എന്ന് പറയുന്നത് അപ്പൊ ഇത് IRD ആണോ എഞ്ചിൻ വരിക? കാപ്പയാണ് 1.2 ആണ്. കാപ്പ 1.2 ആണ്. അതായത് കാപ്പ 2 എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അതേ സമയത്ത് 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 2011 മോഡൽ. കിലോമീറ്റർ 50,000. 2010 2026 വരെ പേപ്പർ ഉള്ളത്. അതായത് 2 കൊല്ലത്തേക്ക് വീണ്ടും പേപ്പർ ഉള്ള വണ്ടിയാണ് വരുന്നത്. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും. മാഗ്ന എന്നുള്ള ഫീച്ചറിൽ, മാഗ്ന എന്നുള്ള വേരിയന്റിൽ വരുന്നത്. റേറ്റ് എത്ര ഉണ്ടാവും? 1.45 കൊടുക്കാം. 1.45 എമൗണ്ട് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഫിനാൻസ് ഒരു വർഷം 1.5 വർഷത്തേക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അതായത് ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ലോ ബഡ്ജറ്റ് വണ്ടി അല്ലേ? ഓക്കെ. നിലവിൽ വേറെ കാര്യമായിട്ട് വർക്ക്. അടുത്തത് 2014 മോഡൽ ഹ്യുണ്ടായി ഹിയോൺ ആണ് വണ്ടി വരുന്നത്. ഇത് 800 cc ആണോ 1000 cc ആണോ? 800 cc ആണ്. 800 cc AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും വരുന്നുണ്ടാവും ബേസിക് ഫീച്ചേഴ്സ് ആയിട്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? 50,000 കിലോമീറ്റർ ആണ് ഓടിട്ടോ. ആകെ 50,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ലോ ബഡ്ജറ്റിൽ ഒരു ഫാമിലിക്ക് നമുക്ക് വേണമെങ്കിൽ ഫുൾ ഓൺ കെട്ട് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഇതിന് റേറ്റ് എങ്ങനെ ചോദിക്കുന്നത്? 1.50,000. 1.50 2014 മോഡൽ ഇയോൺ ഇറ പ്ലസിന് ഫുൾ ഓൺ ആണ് ഇത്. നിലവിൽ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ? നല്ല വണ്ടി. ഓക്കെ. ഈ ഓണച്ചാകര ഓഫറിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റേറ്റ് ആണോ? ചെറിയ രീതിയിൽ ആളുകൾ വന്ന് വണ്ടി ചെയ്ത് കണ്ടിഷ്ടപ്പെടാണ്, ബാക്കി നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനിയും കുറയും ചെയ്യും. സിറ്റിംഗിൽ ഇരുന്നിട്ടാണല്ലോ ബാക്കി ചെയ്യേണ്ടത്. അല്ല, ഇനി കുറയൂലേ പൈസ? അടുത്തത് 2005 മോഡൽ വാഗണർ കേട്ടോ. 2005 മോഡൽ വാഗണർ ലോ ബഡ്ജറ്റ് വണ്ടിയാണ്. 2025 ജൂൺ വരെ പേപ്പറുള്ള വണ്ടിയാണ്. LXI ആണല്ലേ? AC പവർ സ്റ്റിയറിംഗ് ഒക്കെ വർക്കിംഗ് അല്ലേ? AC ഗ്യാസ് ഫില്ല് ചെയ്യണം കേട്ടോ. പോസ്റ്ററിംഗ് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. കംപ്രസർ എടുക്കുന്നില്ലേ? കംപ്രസർ എടുക്കുന്നുണ്ട്. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ. ഒരു 1200 രൂപ ഗ്യാസ് റീഫില്ലിങ്ങിന് കാണണം. വേറെ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ? വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം വേറെ കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഫാമിലിക്ക് കൊണ്ടെടുക്കാൻ പറ്റും. ഓക്കെ. ഏകദേശം ഒരു 13-15 റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. അതേ സമയത്ത് റിന്യൂവൽ എടുത്ത വണ്ടിയെ കൊണ്ട് അങ്ങനെ ചോദിക്കുന്നത്, റിന്യൂവൽ കിട്ടൂല ഇതിന്? നിലവിൽ റിന്യൂവലിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വണ്ടിക്ക് പറഞ്ഞാൽ പിന്നെ പെയിന്റിങ് കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല. മെക്കാനിക്കലി ഫിറ്റാണ് വണ്ടി. വേറെ വലിയ കുഴപ്പങ്ങളൊന്നും. ഓക്കെ. ഏകദേശം 1 ലക്ഷം കിലോമീറ്റർ റേഞ്ചിൽ ഓടിയില്ലേ? ഏകദേശം നമുക്ക് ഒരു 15 രൂപ എടുത്ത് കോസ്റ്റ് ഇതിൽ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു 5 വർഷത്തെ പേപ്പർ കിട്ടും. ഓക്കെ.
റേറ്റ് ഇനി കുറയൂലേ? റേറ്റ് നമ്മൾ ചോദിക്കുന്നത് 58 രൂപയാണ്, ചെറിയ രീതിയിൽ മാറ്റം വരുത്തി കൊടുക്കുക. അടുത്ത ലോ ബഡ്ജറ്റ് വണ്ടി നമ്മുടെ മരുതിന്റെ എസ്ആർ ആണ് വണ്ടി വരുന്നത്, VXI ആണ് കേട്ടോ. ഇയർ ഏതാ? 2010 മോഡൽ. റിന്യൂവലൊക്കെ അടുത്ത വർഷമായിരിക്കും വരുന്നുണ്ടാവും. അടുത്ത വർഷം നവംബർ വരെ പേപ്പർ ഉണ്ടാവും കേട്ടോ. അതായത് 2025 നവംബറിലാണ് പേപ്പർ വരുന്നത്. പിന്നെ VXI ആയതുകൊണ്ട് ഫോട്ടോ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, ഇൻബിൽറ്റ് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് വരുന്നത്. എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ K സീരീസ് നമ്മൾ വാഗണാറിലൊക്കെ കാണുന്ന സെയിം എഞ്ചിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. 15-17 റേഞ്ചിൽ മൈലേജ് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? റേറ്റ് നമുക്ക് 1.25 കൊടുക്കാം. 1,25,000 ഇനി കുറയൂലേ? ചെറിയ രീതിയിൽ മാറ്റം വരുത്തി കൊടുക്കും. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള AC വരുന്ന ഈക്കോ അല്ലേ ഇത്? AC വരുന്നത്, അതായത് 5 സീറ്റർ ആണ് AC വരുന്നത്. ഇതിൽ ഒരു വേറെ ഫീച്ചേഴ്സ് പറഞ്ഞാൽ നമ്മളിപ്പോ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓവറായിട്ട് വലിയ ബഡ്ജറ്റുകൾ വണ്ടികളിലേക്ക് പോകുന്നവരുണ്ടാവും. ചിലപ്പോൾ ബിസിനസ് എന്താവും എന്നറിയാതെ അങ്ങനെയുള്ളവർക്ക് പറ്റിയാണ് ചെറിയൊരു ബഡ്ജറ്റിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു വണ്ടി. അത്യാവശ്യം നല്ല 5 സീറ്റ് AC വണ്ടിയാണ് വരുന്നത്, ഈക്കോ ആണ് വരുന്നത്. 2010 മോഡലാണ്, 25 ലാസ്റ്റ് വരെ പേപ്പർ ഉണ്ട്, കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടി ഓവറോൾ നീറ്റാണ് വണ്ടി വരുന്നത്. കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത്. ഓക്കെ, സാധാരണ നമ്മൾ കാണുന്ന റേറ്റ് ഒക്കെ തന്നെയുള്ളൂ. നമുക്ക് 1.45 വണ്ടി കൊടുക്കും. 1.45 ചോദിക്കുന്നത്. വലിയ വില നല്ല ഈക്കോനെ സംബന്ധിച്ച് 2010 മോഡലൊക്കെ ഏകദേശം ഒരു ഔട്ട്സൈഡ് മാർക്കറ്റ് ഒക്കെ ഒരു 1.50 ഡീലർമാർ വരെ ചോദിച്ചു നോക്കുന്നുണ്ട്. ഓക്കെ, അത് വെച്ച് നോക്കുന്നവർക്ക് അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാണുന്നുണ്ട്. ഈക്കോൺ സാധാരണ കാണുന്ന റസ്റ്റ് അങ്ങനത്തെ കലാപങ്ങളൊന്നും ഇല്ലല്ലോ. അത്യാവശ്യം നല്ല വണ്ടിയായിട്ട്. ഈക്കോന്റെ ശരിക്കുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത് അതിന്റെ സ്ലൈഡിംഗ് ഡോറിൻ്റെതാണ്. വലിയ കുഴപ്പമില്ലല്ലോ. അത് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് അതിന്റെ ക്വാളിറ്റി അറിയാൻ വേണ്ടി കറക്റ്റ് അതിന്റെ മുകളിൽ തന്നെ മനസ്സിലാവും. അത് വലിയൊരു കലാപമുള്ളതായിട്ട് തോന്നുന്നില്ല. ലോൺ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 10 വണ്ടിയൊക്കെ നമുക്ക് റെഡി ക്യാഷ് തന്നെ കൊടുക്കാൻ പറ്റും. ഓക്കെ, അടുത്ത ബിൽഡ് ക്വാളിറ്റിയിൽ നമ്മളെ എന്നും അതിശയിപ്പിക്കുന്ന ഒരു വണ്ടി, ഫോർഡിന്റെ വണ്ടി ഇപ്പൊ തിരിച്ചു വരുന്നുണ്ട് വീണ്ടും പറയുന്നു മാർക്കറ്റിലേക്ക്. അപ്പോ 2015 പെട്രോൾ എഞ്ചിനാട്ടോ വരുന്നത്. പെട്രോൾ 1.2 അല്ലേ? 1.2 ആണ് വരുന്നത്. പക്ഷെ ഇത് ഓവറോൾ നമുക്ക് 2015 അപേക്ഷിച്ചിട്ട് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഡുവൽ എയർ ബാഗ്, സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സീറ്റ് കവർ കാര്യങ്ങളും എല്ലാം വരുന്ന വണ്ടിയാണ്. തൊട്ട് താഴത്തുള്ള വേരിയന്റായിട്ടാണ് വരുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് കാണുന്നുണ്ട്, ഓട്ടോമാറ്റിക് AC വരുന്നുണ്ട്, എല്ലാം വരുന്നുണ്ട്. LOS ഇല്ലാന്നേ ഉള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. 82,000 കിലോമീറ്റർ ആണ് ഓടിയത്. 82,000 കിലോമീറ്റർ സംബന്ധിച്ച് 82 എന്ന് പറഞ്ഞാൽ നമ്മൾ പോളോ, ഹോണ്ട ഇതിനൊക്കെ കമ്പയർ ചെയ്ത് വരുമ്പോൾ 82 പറഞ്ഞാൽ ഒന്നും അല്ല, വലിയൊരു കിലോമീറ്റർ അല്ല, ഒരിക്കലും അല്ല. ഈ ഫോർഡ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച ആളുകൾക്ക് അതിന്റെ കറക്റ്റ് മനസ്സിലാവും. നമ്മൾ ഇതിന്റെ ഫോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ഇപ്പൊ നെഗറ്റീവായ ആളുകൾ പോലും ഇപ്പം തിരിച്ചു വരുന്നുണ്ട് എന്ന് അറിയുമ്പോൾ ഒന്ന് ഉയർത്തി എഴുന്നേറ്റുണ്ട്. നിർത്തി പോയോന്നൊക്കെ ചോദിക്കുന്നത്. ഇത് നമുക്ക് 2.50 കൊടുക്കും കേട്ടോ. ശരിക്കും ഗ്രില്ല് വരുന്നത് ആസ്റ്റൺ മാർട്ടിൻ ഗ്രില്ല് വരുന്ന വണ്ടിയല്ലേ? അത് നമുക്ക് 2.50 കൊടുക്കാം. 2015 മോഡൽ, ഏകദേശം ഫുൾ ലോൺ നമുക്ക് കൊടുക്കാൻ പറ്റും. പെട്രോൾ വണ്ടി മൈലേജ് ഒരു 15 റേഞ്ച് കിട്ടൂലേ? എഞ്ചിന്റെ അടുത്തായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല കംഫർട്ടും കിട്ടും, സേഫ്റ്റിയുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ, ഈ സേഫ്റ്റി കാര്യങ്ങൾ മൈലേജ് നോക്കുന്നില്ലെങ്കിൽ ഏറ്റവും അത്യുത്തമമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ് ഈ ഫോർഡ്, ഹോണ്ട അങ്ങനത്തെ വണ്ടികളൊക്കെ. ചെറുതായിട്ട് മെയിൻ്റനൻസിന്റെ കാര്യം സ്പെയറിൽ ചെറിയൊരു റേറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇപ്പം കൂടുതൽ പറഞ്ഞാൽ ഇതിന്റെ സാധനങ്ങളൊക്കെ സർവീസ് ഒക്കെ ഒന്നുകൂടി ഉഷാറായിട്ടുണ്ട്. കാരണം സർവീസ് സെന്ററുകൾ അവിടെയുള്ള ട്രെയിനിങ്ങിനൊക്കെ വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. സാധനം വീണ്ടും വരിക എന്നുള്ള രീതിയിലേക്ക് വന്നിട്ട് ബിൽഡപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഓക്കെ, വൈശേട്ടോ അത്യാവശ്യം റേറ്റ് ഗ്യാപ്പ് ഉണ്ട് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ എങ്ങനെയാണ് വരുന്നത്? 2014 മോഡല് അൾട്ടോ 800 ആണ് വരുന്നത്. LXI ആണ് വരുന്നത്. 39,000 കിലോമീറ്റർ ഓടിയുള്ളൂ. ആകെ 39,000 കിലോമീറ്റർ ഓടിക്കുകയുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. 2018 മാറിയത്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല, കുഴപ്പമൊന്നുമില്ലാത്ത നല്ല അത്യാവശ്യം നല്ല വണ്ടി. ഓവറോൾ പെർഫോമൻസ്, സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ്. കുറച്ച് ഇരുടായി പോയിട്ടുണ്ട്, ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ്. റേറ്റ് എങ്ങനെ വരുന്നത്? 1.65 കൊടുക്കാം. 1.65 2014 മോഡൽ അൾട്ടോ 800 39,000 കിലോമീറ്റർ ഓടിയ വണ്ടി. മെയിൻ ഗ്ലാസ് മാത്രമേ റീപ്ലേസ്മെന്റ് ഉള്ളൂ. ബാക്കി നിങ്ങൾക്ക് ആരെയും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ. ഓക്കെ, ലോണൊക്കെ എത്ര പറയാം? ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കൊടുക്കാം. അടുത്ത വണ്ടി 2015 മോഡൽ ഹോണ്ട ജാസ് പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. പെട്രോൾ 1.2 ലിറ്റർ എഞ്ചിൻ ആണ്. വി ആണ് വേരിയന്റ് വരുന്നത്. വി എന്നുള്ളത് അന്ന് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ തൊട്ടാണ് വരുന്ന വീൽസ് കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഹോണ്ടന്റെ എഞ്ചിൻ ആയതിനെ കൊണ്ട് തന്നെ വേറെ പേടിക്കാനൊന്നുമില്ല. റിഫൈൻമെന്റ് എന്ന് പറഞ്ഞാല് ഇത് പെട്രോൾ എഞ്ചിനിൽ 1 lakh ഓടിയതിനെ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ 1 lakh ഒന്നും ഹോണ്ടന്റെ എഞ്ചിനെ സംബന്ധിച്ചൊരു കിലോമീറ്റർ അല്ല. അതായത് കമ്പനി തന്നെ ഓൾമോസ്റ്റ് 5 ഇയർ അല്ലെ 10 ഇയർ വാറന്റി കൊടുക്കുന്ന സാധനമാണ്. കറക്റ്റ് സർവീസ് ചെയ്ത് കൊണ്ടുവന്നാൽ സാധനം വേറെ ഒന്നും നോക്കാനില്ല. തല്ലി കൊന്നാലും ചാവാത്ത എഞ്ചിനല്ലേ? വെൽ മെയിൻറ്റൈൻ ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റിയ ഒരു വണ്ടി നമുക്ക്. അപ്പോൾ ഇതിന് നിലവിൽ റീപ്ലേസ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? അങ്ങനത്തെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് 4.30 നമ്മുടെ വില. കാലിക്കറ്റ് രജിസ്ട്രേഷൻ വണ്ടിയാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. വേറെ എടുക്കുന്നതൊക്കെ എന്തെങ്കിലും നിലവിൽ എന്തെങ്കിലും വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടാവോ? നിലവിൽ ഓൺലൈൻ ആയിട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് AC-ന്റെ കൂളിംഗ് ചെക്ക് ചെയ്യുക, ഓയിൽ കാര്യങ്ങളൊന്നും ടോപ്പ് അപ്പ് ചെയ്യുക, ജസ്റ്റ് ഒരു പീരിയോഡിക് സർവീസ് ഒന്ന് ചെയ്യാന്നുള്ളത് മാത്രമാണ്. അതായത് 5,000 രൂപേന്റെ ഒരു സർവീസ് മാത്രം ചെയ്യാം. പക്ഷേ നമുക്ക് ലോണൊക്കെ എത്ര പറയാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ലോൺ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്ത 2019 മോഡൽ സെലേറിയോ
സിലേറിയോ പറഞ്ഞാൽ ZX കേട്ടോ. ഫുൾ ഓപ്ഷൻ വണ്ടി തന്നെ നമുക്ക് ഏകദേശം പറയാം. അലോ വീൽസ് ഉണ്ടാവും, കമ്പനി അലോ വീൽസ് വരുന്നതാണ് 2019 മിറർ ഇൻഡിക്കേറ്റർ ഉണ്ടാവും, പിന്നെ എൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട് കേട്ടോ. സേഫ്റ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ 43,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്നത്. 43,000 കിലോമീറ്റർ അഡീഷണൽ ആയിട്ട് കസ്റ്റമർക്ക് ചെയ്യേണ്ട ഒരു സീറ്റ് കവർ ചെയ്യാം. ഇനിയിപ്പോൾ എന്തെങ്കിലും നമുക്ക് ഓഫർ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അതേ സമയത്ത് ട്രൂ വാല്യൂ വണ്ടി കൊണ്ട് വാറണ്ടി 1 ഇയർ ഉണ്ടാവും. 1 ഇയർ വാറണ്ടി പ്ലസ് 3 ഫ്രീ സർവീസും കൂടി നമുക്ക് കൊടുക്കാൻ പറ്റും. ലോൺ സൈഡ് നോക്കുകയാണെങ്കിൽ 50,000 രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 3.4 4 ലക്ഷം രൂപയ്ക്ക് 4.60 നമ്മൾ ആസ്കിംഗ് പ്രൈസ്. 4.10 വരെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. റേറ്റിനും കുറയൂലേ? ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നേരത്തെ റേറ്റിന് നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട ആവശ്യമില്ല. കുറയും. കെ സീരീസ് എഞ്ചിനാണ്, 15-17 മൈലേജ്. എന്തായാലും മൈലേജ്. പൈസ കേട്ടോ പുതിയ വണ്ടിനേക്കാളും ഏകദേശം 3 ലക്ഷം രൂപയുടെ അടുത്താണ് വ്യത്യാസം വരുന്നുണ്ടല്ലേ? വ്യത്യാസം മാത്രമല്ല, സേഫ്റ്റിന്റെ കാര്യത്തിൽ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുക്കാൻ പറ്റും വണ്ടി കേട്ടോ. ടാറ്റ 2022 XT ആണ് വരുന്നത്. XT എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇറക്കുന്ന മിഡിൽ ഓപ്ഷൻ അല്ലേ വണ്ടി. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ വണ്ടിക്ക് ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ 2 വർഷത്തിന്റെ ചോട പഴക്കമുള്ള വണ്ടിയാണ് കൊണ്ട് പുതിയ കാർ എടുക്കുന്ന അതേ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് ചേർക്കാൻ പറ്റും. ഏകദേശം ന്യൂ കാർ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതേ റേറ്റിൽ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറവായിരിക്കും അല്ലേ? പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇത് സീറ്റ് കവർ പോലും പറച്ചില്ലല്ലോ. അതാണ് പറഞ്ഞത്, ആകെ 13,000 കിലോമീറ്റർ ഓടിയുള്ളൂ. 13,000 കിലോമീറ്റർ. അടിപൊളി. പുതിയ ഓൺ ദ റോഡ് വില 8,36,000 രൂപ വില ഉണ്ട്. 8.36. ഓണം ഓഫറൊക്കെ കഴിച്ചിട്ട് 7.25 കൂട്ടിക്കോളി. നോക്കിക്കോളി, നമ്മളെ ഡിഫറൻസ് നോക്കിക്കോളി. നമ്മളെ ആസ്കിങ് 5.35. 2022 മോഡൽ ടിയാഗോ XTക്ക് ഇപ്പം അണ്ടർ കമ്പനി വാറന്റി ആയിരിക്കില്ല ഇത്? കമ്പനി വാറന്റി എനിക്ക് തോന്നുന്നു 2022 ആകുമ്പോൾ 2 വർഷത്തേക്ക് 24 നവംബർ വരെ കമ്പനി വാറന്റി ഉണ്ടാവും. ഇപ്പൊ അത് പറ്റൂലെങ്കിൽ നമ്മളെ വാറന്റി 1 ഇയർ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. എക്സ്ട്രാ ഓട്ടോ കൊണ്ട് വാറന്റി ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ നമുക്ക് വാറന്റി കൊടുക്കാം. ലോൺ നമുക്ക് ഫുൾ ലോൺ കൊടുക്കണേ കൊടുക്കാം. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറുകളെ അങ്ങനെയാണ് ചെയ്യുക. ഈ ഫുൾ ലോൺ വേണ്ടാത്തവർക്ക് മാക്സിമം ഒരു 80% ഫണ്ടിങ് വരെ നോർമലും കൊടുക്കാം. ഓക്കെ. ശരിക്കും പറഞ്ഞാല് പേരിൽ മാത്രമല്ല വിലയിലും ഉണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഈ വണ്ടിയൊക്കെ പറഞ്ഞാൽ 5 സ്റ്റാർ റേറ്റിംഗിൽ പുതിയൊരു വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതേ ഇൻട്രസ്റ്റ് റേറ്റ് ഞാൻ പറഞ്ഞത്. ഈ ചില കസ്റ്റമർ കമ്പയർ ചെയ്യാറുണ്ട് ന്യൂ കാറും നമ്മളും തമ്മിലുള്ള ഇൻട്രസ്റ്റ് റേറ്റിന്റെ മുകളാണ് യൂസർ കാർ അധികം എടുക്കാത്തത്. പക്ഷേ ഇത് നമ്മൾ അതേ റേറ്റിൽ തന്നെ ഏകദേശം ചെയ്യും. നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ്. പക്ഷേ അടുത്തത് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള ഹോണ്ടയുടെ ജാസിന്റെ സെയിം പക്ഷേ ഫേസ് ലിഫ്റ്റഡ് വേർഷൻ ആണ്. മാർക്കറ്റിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ള സാധനമാണ് ഡീസൽ എഞ്ചിനാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഡീസൽ എഞ്ചിനാണ്. VX ആണ്. അന്ന് ഇറങ്ങിയതിൽ സൺറൂഫ് ഉണ്ടാവില്ല, ബാക്കി എല്ലാ ഓപ്ഷൻസും ഉള്ള വണ്ടിയാണ്. വിത്ത് ക്രൂയിസ് കൺട്രോൾ വരെ ഉള്ള സാധനമാണ്. അന്നത്തെ ഫുൾ ഓപ്ഷൻ താഴത്തെ വേരിയന്റ് ആണ്. ബാക്ക് സെൻസേഴ്സ്, ബാക്ക് വൈപ്പർ, ഡീഫോഗർ, കമ്പനി അലോയ് വീൽസ്, ഓട്ടോമാറ്റിക് AC, സിംഗിൾ ഓണർഷിപ്പ് ആണ്. പക്ക സർവീസ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും. കിലോമീറ്റർ എത്രയുണ്ട്? 72,000 കിലോമീറ്റർ ഓടിയിട്ടേ ഉള്ളൂ. ഡ്യുവൽ എയർ ബാഗ് ഫുൾ ഓപ്ഷനിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നു. ഫുൾ ഓപ്ഷൻ തൊട്ട് വരുന്ന വേരിയന്റിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇതിപ്പം 1.5 ലിറ്റർ ആണ്. 1.5 MAസിലൊക്കെ കാണുന്ന ഹോണ്ട സിറ്റിയിൽ കാണുന്ന സെയിം എഞ്ചിനാണ്. കിലോമീറ്റർ ഓടാത്തതിനെ കൊണ്ട് വലിയ വിലയായിരിക്കും. വലിയ വില പറഞ്ഞാൽ അങ്ങനെ ഓവറായിട്ട് വില ചോദിക്കുന്നത് 6.60 നോർമൽ വിലയാണ്. 6,60,000 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി കുറച്ചും കൊടുക്കൂലേ? ചെറിയ രീതിയിൽ നമുക്ക് നെഗോസിയേഷൻ ഉണ്ട്. 18 മോഡൽ അതിനെ കൊണ്ട് ലോൺ വിത്ത് വാറന്റി കൊടുക്കാം. വിത്ത് വാറന്റി കൊടുക്കാം. ഓക്കെ. 18 മോഡൽ അതിനെ കൊണ്ട് ഇനി ലോൺ നോക്കുന്ന ആൾക്കാർക്ക് 6ന്റെ മുകളിൽ ലോൺ ചെയ്ത് കൊടുക്കുക. 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കും. 6,10,000 വരെ ലോൺ കിട്ടുന്നുണ്ടോ? ഓക്കെ ചേട്ടാ, നിർത്തി കഴിഞ്ഞിട്ടുണ്ട്. ഡിമാൻഡ് കൂടുന്നു പറഞ്ഞാണ്. ഒരു 7 സീറ്റ് വണ്ടിയിൽ പെട്രോൾ ഇട്ടാണ്ട് ഡീസൽ ഇട്ടാൻ കേട്ടോ. ഇത് ഡീസലാണ്. 2019 മോഡലില് 1.5 വരുന്ന ന്യൂ ഷേപ്പിൽ വരുന്ന എർട്ടിക. അതായത് ഈ 19 കൂടെ മാരുതി ഓൾമോസ്റ്റ് ഡീസൽ വണ്ടികളെല്ലാം 18-19 പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ ഓണർഷിപ്പിൽ 63,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിക്കുന്നത്. ആകെ 63,000 ഓടിയിട്ടുള്ളൂ. കിലോമീറ്റർ ഓടിയുള്ളൂ. മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. നമ്മുടെ ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വണ്ടിയാണ്. വാറന്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. 1 ഇയർ വാറന്റി കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. മൈലേജ് എന്തായാലും ഒരു 20 റേഞ്ചിലൊക്കെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന വണ്ടി തന്നെയാണ്. ഒന്നും നോക്കാനില്ല. റീപ്ലേസ് അപാകതകൾ ഒന്നുമില്ല. കുറച്ച് സൈഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പെയിന്റിംഗ് കുറച്ച് ഫ്രണ്ട് നമ്പർ അങ്ങനെയൊക്കെ കയറിയിട്ടല്ലാണ്ട് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഈ മേജർ ആക്സിഡന്റ് ഉള്ള വണ്ടിക്ക് എന്തായാലും ട്രൂ വാല്യൂ സർട്ടിഫൈഡ് വാറന്റി രജിസ്റ്റർ ആയി കിട്ടില്ല. വാറന്റി കിട്ടില്ല. മാരുതിയാണ് ഇൻസ്പെക്ട് ചെയ്യുന്നത്. നമ്മളെ ആസ്കിംഗ് പ്രൈസ് വന്നിട്ട് 10.60 വരുന്നത്. 10,60,000 രൂപയ്ക്ക് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും. ലോണൊക്കെ എന്തോരം പറയാൻ വേണ്ടി പറ്റും? ലോൺ ഏകദേശം 2 lakh ഒക്കെ IP ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാൻ പറ്റും. നല്ല പ്രൊഫൈൽ കസ്റ്റമർ ആണെങ്കിൽ 1.5 രൂപ വരെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കി കൊടുക്കാം. പുതിയ എർട്ടിഗയായിട്ട് കമ്പയർ ചെയ്യുന്ന റേറ്റ് എത്ര വരുന്നുണ്ടാവും? പക്ഷേ ഡീസൽ ഇപ്പൊ നിലവിലില്ല. അതാണ് അതിന്റെ വ്യത്യാസം. ഓക്കെ. പെട്രോൾ ആണെങ്കിലും ഓക്കെ. ശരി. അപ്പോൾ നമ്മളിന്ന് വീഡിയോയിൽ കാണിച്ചുള്ള വണ്ടികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കോൺടാക്ട് നമ്പർ നേരെ സ്ക്രീനിൽ തന്നെ കൊടുക്കുന്നുണ്ടാവും. വീഡിയോ ഇഷ്ടപ്പെട്ട് നേരിടുന്ന മറ്റൊരു വീഡിയോ കാണുമ്പോൾ അഭിപ്രായം ഓഫ് അഡിയോസ്.